ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴാണ് ഒരു മെട്രിക്സ് റോ എക്ലോൺ ഫോമിലും ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലും ആവുക എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് നമുക്കൊരു 4 കണ്ടീഷൻസ് ആദ്യം ഓർത്ത് വെക്കണം. ആദ്യത്തേത് പറയുന്നത് ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോ then the first non-zero number in the row is 1. ഈ 1നെ നമ്മൾ ലീഡിംഗ് 1 എന്ന് വിളിക്കും. അതായത് ഇപ്പൊ നമ്മളുടെ റോയില് മൊത്തം സീറോ അല്ല, ഏതോ ഒരു നോൺ സീറോ എലമെന്റ് ഉണ്ട് ആ റോയിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ആദ്യം വരുന്ന നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് ഇഫ് ദർ ആർ എനി റോസ് ദാറ്റ് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോ then they are grouped together at the bottom of the matrix. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൽ എവിടെയെങ്കിലും ഒരു റോ മൊത്തത്തിൽ സീറോ ആണെങ്കിൽ അതിനെ നമ്മൾ താഴത്തേക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കും. മൂന്നാമത്തെ കണ്ടീഷൻ ഇൻ എനി ടു സക്സസീവ് റോസ് ദാറ്റ് ഡു നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് the leading one in the lower row occurs farther to the right than the leading one in the higher row. നമ്മൾ ആദ്യത്തേതിൽ പറഞ്ഞു ഒരു നോൺ സീറോ റോ ഉണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണം എന്ന്. അപ്പൊ അതേപോലെ രണ്ട് ഇതേപോലത്തെ റോസ് എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ 1 എന്ന് പറയുന്നത് താഴത്തെ 1നെക്കാട്ടും ലെഫ്റ്റിലായിരിക്കണം. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ താഴത്തെ 1 എന്നുള്ളത് മുകളിലത്തെ 1നെക്കാട്ടും റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കണം. ഈ ആദ്യത്തെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സിനെ നമ്മൾ റോ എക്ലോൺ ഫോം എന്ന് പറയും. ഈ 3 കണ്ടീഷന്റെ ഒപ്പം നമ്മൾ ലീഡിംഗ് 1 എടുത്തതിന്റെ കോളത്തില് ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അങ്ങനത്തെ മെട്രിക്സിനെ നമ്മൾ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം എന്ന് പറയും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ആദ്യത്തെ എക്സാമ്പിൾ മെട്രിക്സ് 1 0 0 minus 5 0 1 0 2 0 0 1 minus 3. ഇത് നമ്മൾ റോ എക്ലോൺ ആണോ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു റോ മൊത്തം 0 അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ റോ എടുക്കുകയാണ്. ആദ്യത്തെ റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്, അവിടെ കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ റോ മൊത്തം 0 അല്ല, അപ്പോൾ ഇതിത്തെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് അത് 1 ആയിരിക്കണം, അത് 1 ആണ്. അതേപോലെ തേർഡ് റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. അപ്പോൾ ഈ മെട്രിക്സ് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു റോ മൊത്തം 0 ആണെങ്കിൽ അതിനെ നമ്മൾ താഴത്തേക്കായിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കണം. ഇവിടെ മൊത്തം 0 ഉള്ള ഒരു റോസും ഇല്ല, അതുകൊണ്ട് നമുക്ക് 2 സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് താഴത്തുണ്ടാവണം, അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി മൂന്നാമത്തത് പറയുന്നത് സക്സസീവ് റോസ് തമ്മിൽ താഴത്തെ ലീഡിംഗ് 1 മുകളിലത്തെ ലീഡിംഗ് 1നെക്കാട്ടും റൈറ്റ് സൈഡിലായിരിക്കണം. സക്സസീവ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും എടുക്കാം. അപ്പോ സെക്കൻഡ് റോയത്തെ ലീഡിംഗ് 1 എന്നുള്ളത് ഫസ്റ്റ് റോയത്തെ ലീഡിംഗ് 1ന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോ അവിടെ ഓക്കെയാണ്. ഇനി സെക്കൻഡും തേർഡും എടുക്കുക. തേർഡ് റോയത്തെ ലീഡിംഗ് 1 എന്നുള്ളത് സെക്കൻഡ് റോയത്തെ ലീഡിംഗ് 1ന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോ തേർഡും ഓക്കെയാണ്. ഈ 3 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് റോ എക്ലോൺ ഫോമായി. ഇനി നാലാമത്തെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കി നോക്കാം. നാലാമത്തെ കണ്ടീഷൻ പറയുന്നത് ലീഡിംഗ് 1ന്റെ കോളത്തിൽ ആ 1 ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. ഈ ലീഡിംഗ് 1ന്റെ കറസ്പോണ്ടിങ് കോളത്തിൽ 1 ഒഴിച്ച് ബാക്കി എല്ലാം 0 ആണ്. രണ്ടാമത്തെ കോളത്തിലും 1 ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. മൂന്നാമത്തെ കോളത്തിലും ലീഡിംഗ് 1 ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. ഇത് ലീഡിംഗ് 1ന്റെ ഇതിൽ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഫോർത്ത് കോളത്തിൽ ബാധകമല്ല. ലീഡിംഗ് 1 ഉള്ള കോളത്തിന്റെ ബാക്കിയുള്ള എലമെന്റ്സ് മൊത്തം 0 ആയിരിക്കണം. അപ്പോ നാലാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി.
അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ reduced row echelon form. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ 1 4 -3 7 0 1 6 2 0 0 1 6. ഇനി ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആണ്. സെക്കൻഡ് റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആണ്. തേർഡ് റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. മൊത്തം 0 ആയിട്ടുള്ള റോ ഇല്ല, അപ്പൊ അതിനെ പിടിച്ച് താഴ്ത്തിക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ടാമത്തെ ഓക്കെ ആണ്. ഇനി മൂന്നാമത്തെ സക്സസീവ് റോസുകളുടെ ലീഡിംഗ് വണ്ണിന്റെ പൊസിഷൻ. സെക്കൻഡ് റോയിലത്തെ ലീഡിംഗ് വൺ എന്നുള്ളത് ഫസ്റ്റ് റോയിന്റെ ലീഡിംഗ് വണ്ണിന്റെ റൈറ്റ് സൈഡിലാണ്. ഇനി സെക്കൻഡും തേർഡും എടുക്കുകയാണെങ്കിൽ തേർഡ് റോയിലത്തെ ലീഡിംഗ് വൺ എന്നുള്ളത് സെക്കൻഡ് റോയിന്റെ ലീഡിംഗ് വണ്ണിന്റെ റൈറ്റ് സൈഡിലാണ്. തേർഡും ഓക്കെ ആണ്. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് ലീഡിംഗ് വണ്ണിന്റെ കോളത്തിൽ ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് കോളത്തിന്റെ കറസ്പോണ്ടിങ് ആകുമ്പോൾ എല്ലാം 0 ആണ്. ഇനി സെക്കൻഡ് കോളത്തിലത്തെ ലീഡിംഗ് വണ്ണിന്റെ ഇതെടുക്കുമ്പോൾ നമുക്ക് മൊത്തം 0 അല്ല, അപ്പോൾ 4 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ ആദ്യത്തെ 3 ഉള്ളൂ. അതുകൊണ്ട് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ റോ എക്കലോൺ ഫോം. ഇനി മൂന്നാമത്തത് 0 0 0 0. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഫുള്ളി 0 ആണ്, രണ്ടാമത്തെ ഫുള്ളി 0 ആണ്. നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു റോ മൊത്തം 0 ഇല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു റോ ഇല്ല, അപ്പോ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആണ്. ഇനി രണ്ടാമത്തത് മൊത്തം 0 ആയിട്ടുള്ള ഏതെങ്കിലും റോ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് താഴ്ത്തിക്കിടണം. ഇവിടെ മൊത്തം 0 ആയിട്ടുള്ള 2 റോസ് ഉണ്ട്, അപ്പൊ അവരെ താഴ്ത്തി പിടിച്ചിട്ട അവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും ഓക്കെ ആണ്. ഇനി മൂന്നാമത്തെ ലീഡിംഗ് വണ്ണുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ സക്സസീവ് റോസിൽ ലീഡിംഗ് വൺ ഉണ്ടെങ്കിൽ താഴത്തെ ലീഡിംഗ് വൺ എന്നുള്ളത് മുകളിലത്തെ ലീഡിംഗ് വണ്ണിന്റെ റൈറ്റ് സൈഡിലായിരിക്കണം. അപ്പൊ ഇവിടെയും ലീഡിംഗ് വൺ ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പൊ ഇവിടെ ലീഡിംഗ് വൺ ഇല്ല, അപ്പൊ മൂന്നാമത്തെ കണ്ടീഷനും ഓക്കെ ആണ്. ഇനി നാലാമത്തെ ലീഡിംഗ് വൺ ഉണ്ടെങ്കിൽ ലീഡിംഗ് വണ്ണിന്റെ കോളത്തിലത്തെ ബാക്കിയെല്ലാം 0 ആയിരിക്കണം. ഇവിടെ ലീഡിംഗ് വൺ ഇല്ല, അപ്പോ നാലാമത്തെയും ഓക്കെ ആണ്. അപ്പൊ therefore 0 0 0 0 is an example for reduced row echelon form. നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. കാരണം 0 0 0 0 കാണുമ്പോൾ ഇവിടെ 1 ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയും ഇത് എക്ലോൺ ഫോം അല്ല, റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം അല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതെന്നുള്ളത് ഒരു റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആയിരിക്കും. ഇനി അടുത്ത എക്സാമ്പിൾ നാലാമത്തെ 1 0 0 0 0 1 0 1 0. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ റോ മൊത്തം 0 അല്ല, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. സെക്കൻഡ് റോ മൊത്തം 0 അല്ല, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. മൂന്നാമത്തെ മൊത്തം 0 അല്ല, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആണ്. രണ്ടാമത്തത് ഏതെങ്കിലും റോ മൊത്തം 0 ആണെങ്കിൽ അവ താഴ്ത്താവണം. ഇവിടെ അങ്ങനത്തെ റോ ഇല്ല, അപ്പൊ രണ്ടാമത്തെയും ഓക്കെ ആണ്. ഇനി മൂന്നാമത്തെ സക്സസീവ് നോൺ സീറോ റോസിന്റെ ലീഡിംഗ് വണ്ണിന്റെ കമ്പാരിസൺ. അപ്പൊ നമുക്ക് ഫസ്റ്റും സെക്കൻഡും എടുക്കാം. അപ്പോൾ സെക്കൻഡ് റോയിലത്തെ ലീഡിംഗ് വൺ എന്നുള്ളത് ഫസ്റ്റ് റോയിന്റെ ലീഡിംഗ് വണ്ണിന്റെ റൈറ്റ് സൈഡിലാണ്, അവിടെ ഓക്കെയാണ്. ഇനി സെക്കൻഡും തേർഡും എടുക്കുക. തേർഡ് റോയിലത്തെ ലീഡിംഗ് വൺ എന്നുള്ളത് സെക്കൻഡ് റോയിലത്തെ ലീഡിംഗ് വണ്ണിന്റെ റൈറ്റ് സൈഡിൽ അല്ല,
അപ്പോൾ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Therefore, this is not an example for row echelon form. അടുത്തതായി നമ്മൾ ഒരു മെട്രിക്സിനെ എങ്ങനെ എക്കലോൺ ഫോം ആക്കാം, എങ്ങനെ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആക്കാം എന്നാണ് കാണാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് കോളം ഏതാണ് മൊത്തം സീറോ അല്ലാത്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് സ്റ്റെപ്പ് 2 ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മളുടെ ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് എന്നുള്ളത് ചിലപ്പോൾ സീറോ ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സീറോനെ വേറെ നോൺ സീറോ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ റോസ് തമ്മിൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യും. സീറോ ആണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഫസ്റ്റ് എലിമെന്റ് വരുന്നതിനെ നമ്മൾ എ എന്ന് വിളിച്ചു. ഇനി എ 1 അല്ലെങ്കിൽ നമ്മൾ ആ റോനെ മൊത്തം 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം നമുക്ക് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആവണം. അതിനാണ് നമ്മൾ ലീഡിങ് 1 എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് ആ 1ന്റെ താഴത്തുള്ളതെല്ലാം സീറോ ആക്കണം. ഇനി നമ്മൾ ഇതേ പ്രൊസീജിയർ അതിന്റെ അടുത്ത റോ വെച്ചിട്ട് ചെയ്യും. അതായത് നമ്മളുടെ മെട്രിക്സിന്റെ മുകളിലത്തെ റോ നമ്മൾ കൈകൊണ്ട് മറിച്ച് ബാക്കി താഴെയുള്ള മെട്രിക്സിനെ മാത്രമായിട്ട് കൺസിഡർ ചെയ്ത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ 5 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് കിട്ടും. ഇനി നമുക്ക് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആക്കണമെങ്കിൽ മുകളിലത്തെ എല്ലാതും സീറോ ആവണം. അപ്പൊ അതാണ് നമ്മൾ സ്റ്റെപ്പ് 6 പറയുന്നത്. അതായത് ലാസ്റ്റ് ലീഡിങ് 1ന്റെ മുകളിലത്തെ എല്ലാം സീറോ ആക്കണം. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ലീഡിങ് 1ന്റെ മുകളിലത്തെ എല്ലാം സീറോ ആക്കണം. അങ്ങനെ ഈ 6 സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം കിട്ടും. ഈ സ്റ്റെപ്പ് 1 ടു സ്റ്റെപ്പ് 5 എന്ന പ്രൊസീജിയറിന് നമ്മൾ പറയുന്ന പേരാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡും സ്റ്റെപ്പ് 1 ടു സ്റ്റെപ്പ് 6 അതിന് പറയുന്ന പേരാണ് ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡും. നമുക്കൊരു എക്സാമ്പിൾ കാണാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് നോക്കാം. റെഡ്യൂസ് 1 2 1 2 3 1 -2 1 4 -3 -1 3 2 4 2 4. Using ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ആദ്യം ഈ ചോദ്യം ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. എന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഗോസ് ജോർദാൻ വെച്ചിട്ടും കൂടി നോക്കാം. ഗോസ് എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കേണ്ടത് വെറും സാധാ റോ എക്കലോൺ ഫോം ആയിരിക്കും. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഗോസ് എലിമിനേഷൻ എന്ന് വെച്ചാൽ സാധാ റോ എക്കലോൺ ഫോം ആയിരിക്കും. സാധാ റോ എക്കലോൺ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ്സ് ബിലോ ലീഡിങ് 1 ഷുഡ് ബി 0. ഇങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കൊരു എക്കലോൺ ഫോം ആണ് വേണ്ടത്. എക്കലോൺ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഡിങ് 1ന്റെ താഴത്ത് 0 വേണം. അപ്പോൾ നമ്മൾ മെട്രിക്സ് എടുക്കാണ്. 1 2 1 2 3 1 -2 1 4 -3 -1 3 2 4 2 4. അപ്പൊ എക്കലോൺ ഫോം ആണ്. അപ്പൊ നമ്മൾ നേരത്തെ 1 to 5 സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് മൊത്തം 0 അല്ലാത്ത കോളത്തിനെ ഐഡന്റിഫൈ ചെയ്യണം. അത് നമ്മളുടെ ലെഫ്റ്റ് മോസ്റ്റ് കോളം തന്നെയാണ്. അതിന്റെ ഫസ്റ്റ് എലമെന്റ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 0 അല്ല. അപ്പൊ അതെന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് 1 തന്നെയാണ് വേണ്ടത്. അപ്പോ ഇതിൽ നമുക്കൊരു ചേഞ്ചും വേണ്ട, 1 എടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് നമ്മളുടെ ലീഡിങ് 1. ഈ ലീഡിങ് 1ന്റെ താഴത്തുള്ളതെല്ലാം 0 ആക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 -3 R1, R3 changes to R3 -4 R1,
R4 changes to R4 minus 2 R1. ഇത് നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ്. R2 changes to R2 minus ഈ വാല്യൂ, പിന്നെ ലീഡിങ് വണ്ണിന്റെ റോ, അങ്ങനെ നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിനും ചേഞ്ച് ഇല്ല, അപ്പൊ നമ്മൾ അത് അതുപോലെ എഴുതി. ഇനി അടുത്തത് 3 minus 3 into 1 0, 1 minus 3 into 2 minus 5, minus 2 minus 3 into 1 minus 5, 1 minus 3 into 2 minus 5. In the third row, 4 minus 4 into 1 0, minus 3 minus 4 into 2 minus 11, minus 1 minus 4 into 1 minus 5, 3 minus 4 into 2 minus 5. ഇനി R4, 2 minus 2 into 1 0, 4 minus 2 into 2 0, 2 minus 2 into 1 0, 4 minus 2 into 2 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് റോനെ മാർക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള മെട്രിക്സിനെ മാത്രം കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ഇതായിരിക്കും. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന മെട്രിക്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത സ്റ്റെപ്പില് അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ടുള്ള കോളം ഇതാണ്. അതിന്റെ ഫസ്റ്റ് എലമെന്റ് 1 ആണോ? അല്ല, -5 ആണ്. അപ്പൊ നമുക്ക് 1 ആക്കാൻ 1/-5 കൊണ്ട് ഗുണിക്കണം. R2 changes to -1/5 R2. അപ്പോ 1 2 1 2 0 1 1 1 0 -11 -5 -5 0 0 0 0. ഇനി ഈ ലീഡിങ് വണ്ണിന്റെ താഴത്തുള്ളതെല്ലാം 0 ആക്കണം. അപ്പൊ നമുക്ക് ആകെ ചേഞ്ച് ചെയ്യാനുള്ളത് R3 മാത്രമേ ഉള്ളൂ. അപ്പൊ R3 changes to R3 plus 11 R2. R3ക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഫസ്റ്റും സെക്കൻഡും ഫോർത്ത് റോയും അത് അതുപോലെ തന്നെ ഇരിക്കും. സീറോ plus 0 0, -11 plus 11 into 1 0, -5 plus 11 into 1 6, -5 plus 11 into 1 6. ഇനി അടുത്തത് നമ്മൾ ഈ സബ് മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് നോൺ സീറോ ആയിട്ടുള്ള കോളത്തിന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഇതാണ്. അതിന്റെ ഫസ്റ്റ് എലമെന്റ് 0 ആണോ നോക്കും. 0 അല്ല, 6 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ 1 ആക്കണം. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് R3 changes to 1/6 R3. അപ്പോ R3 മാത്രമാണ് നമ്മൾ ചെയ്യണത്. ബാക്കി എല്ലാ റോസും സെയിം ആയിട്ടിരിക്കും. 1 2 1 2 0 1 1 1 0 0 1 1 0 0 0 0. ഇനി ഈ ലീഡിങ് വണ്ണിന്റെ താഴത്തുള്ളത് 0 ആയിരിക്കണം. അത് 0 ആണ്. ഇനി അടുത്ത മെട്രിക്സിന്റെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 0 ആണ്. അപ്പൊ നമുക്ക് അവിടെ 1 ആക്കാനുള്ള ഒന്നുമില്ല. ഇനി ഇപ്പൊ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എക്ലോൺ ഫോമിലാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1 2 1 2 0 1 1 1 0 0 1 1 0 0 0 0. എക്ലോൺ ഫോം ആകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച 3 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ റോ മൊത്തം 0 അല്ല. അപ്പൊ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണം. സെക്കൻഡ് റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണം. തേർഡ് റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണം.
ഫോർത്ത് മൊത്തം 0 ആണ്, അപ്പൊ അത് ഓക്കെ ആണ്. ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു റോ മൊത്തം 0 ആണെങ്കിൽ അത് ഏറ്റവും താഴത്തായിരിക്കണം. അപ്പൊ നമ്മൾ ഫോർത്ത് റോ മൊത്തം 0 ആണ്, അത് ഏറ്റവും താഴത്താണ്. അതും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തത് സക്സസീവ് ലീഡിങ് വൺസിന്റെ പൊസിഷൻ. അപ്പോ ഫസ്റ്റും സെക്കൻഡും എടുക്കുക. സെക്കൻഡ് ലീഡിങ് വൺ എന്നുള്ളത് ഫസ്റ്റ് ലീഡിങ് വണ്ണിന്റെ റൈറ്റ് സൈഡിലാണ്, ഓക്കെയാണ്. തേർഡ് ലീഡിങ് വൺ എന്നുള്ളത് സെക്കൻഡ് ലീഡിങ് വണ്ണിന്റെ റൈറ്റ് സൈഡിലാണ്, അപ്പൊ അവിടെ ഓക്കെയാണ്. ദെർഫോർ ഇതാണ് നമ്മുടെ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സ്. ഇനി നമുക്ക് ഇതേ മെട്രിക്സ് ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കി വെക്കാം. റെഡ്യൂസ് സെയിം ക്വസ്റ്റ്യൻ തന്നെ 1 2 1 2 3 1 -2 1 4 -3 -1 3 2 4 2 4 using Gauss Jordan elimination method. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഗോസ് ജോർദാൻ എലിമിനേഷൻ ആണെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആണ്. റെഡ്യൂസ്ഡ് റോ എക്ലോൺ എന്ന് വെച്ചാൽ above and below leading one should be 0. വെറും എക്ലോൺ ഫോം ആവുമ്പോൾ നമ്മൾ ബിലോ ലീഡിങ് വൺ ഷുഡ് ബി 0 എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. റെഡ്യൂസ്ഡ് റോ എക്ലോൺ ആവുമ്പോൾ എബവ് ആൻഡ് ബിലോ ലീഡിങ് വൺ ഷുഡ് ബി 0. അപ്പൊ ഗോസ് ജോർദാൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 6 സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളുടെ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ മൊത്തം 0 അല്ലാത്ത ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിനെ ഐഡന്റിഫൈ ചെയ്യണം. അതിവിടെ നമ്മളുടെ ലെഫ്റ്റ് അറ്റത്തിലുള്ള കോളം തന്നെയാണ്. ഇനി ഈ ലെഫ്റ്റ് അറ്റത്തെ കോളത്തിന്റെ ആദ്യത്തെ എലമെന്റ് 0 ആവരുത്. ഇവിടെ 0 അല്ല, നമുക്ക് 1 ആ വേണ്ടത്. ഇവിടെ ഓൾറെഡി 1 ആണ്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഈ 1ന്റെ താഴത്തും മുകളിലും മൊത്തം 0 ആക്കണം. ഇവിടെ മുകളിലില്ല, അപ്പൊ താഴത്ത് മൊത്തം 0 ആക്കണം. അപ്പോ ഇത് നമ്മളുടെ കോമൺ സ്റ്റെപ്പ് ആണ്. നമ്മൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് തന്നെയാണ്. R2 changes to R2 -3 R1, R3 changes to R3 -4 R1, R4 changes to R4 -2 R1. നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് 0 -5 -5 -5 0 -11 -5 -5 0 0 0 0. ഇനി അടുത്തത് നമ്മൾ ഈ മെട്രിക്സ് നോക്കും. ഇതിന്റെ നോൺ സീറോ ആയിട്ടുള്ള ലെഫ്റ്റ് മോസ്റ്റ് കോളം ഐഡന്റിഫൈ ചെയ്യാം ഇവിടെ. എന്നിട്ട് ഈ കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് എന്നുള്ളത് 1 ആവണം. ഇവിടെ 1 അല്ല, അത് -5 ആണ്. അപ്പൊ നമ്മൾ 1 ആക്കാൻ വേണ്ടി നമ്മൾ ആ റോ മൊത്തം 1/5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ R2 ചേഞ്ചസ് ടു -1/5 R2. നമുക്ക് കിട്ടും മെട്രിക്സ് 1 2 1 2 0 1 1 1 0 -11 -5 -5 0 0 0 0. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ലീഡിങ് വൺ. ഇനി ലീഡിങ് വണ്ണിന്റെ മുകളിലും താഴത്തും 0 ആക്കണം. അതാണ് നമ്മളുടെ മെയിൻ ചേഞ്ച്. ഗോസ് എലിമിനേഷനും ഗോസ് ജോർദാനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഇതാണ്. ഗോസ് എലിമിനേഷനിൽ നമുക്ക് 1ന്റെ താഴത്ത് മാത്രം 0 ആക്കിയാൽ മതിയായിരുന്നു. ഗോസ് ജോർദാൻ വരുമ്പോൾ 1ന്റെ മുകളിലും താഴത്തും 0 ആക്കണം. അപ്പൊ നമുക്ക് R1 മാറ്റണം, R3യും മാറ്റണം. R1 changes to R1 -2 R2, R3 changes to R3 + 11 R2.
ഇവിടെ 1ഉം 3യിലും മാത്രമാണ് ചേഞ്ച്. അപ്പോൾ സെക്കൻഡും ഫോർത്തും സെയിം ആയിട്ട് വെക്കും. ഇനി 1 മൈനസ് 2 ഇൻറ്റു 0 1, 2 മൈനസ് 2 ഇൻറ്റു 1 0, 1 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 1, 2 മൈനസ് 2 ഇൻറ്റു 1 0. ഇനി 0 പ്ലസ് 11 ഇൻറ്റു 0 0, മൈനസ് 11 പ്ലസ് 11 ഇൻറ്റു 1 0, മൈനസ് 5 പ്ലസ് 11 ഇൻറ്റു 1 6. ഇനി അടുത്തത് നമ്മൾ ഈ സബ് മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുക. ഇതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് നോൺ സീറോനെ ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം. ഇവിടെ 6 ആണ്. അപ്പൊ നമുക്ക് അതിന് 1 ആക്കാൻ വേണ്ടി ആ റോനെ മൊത്തം 1/6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് കിട്ടും ഇവിടെ R3 മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ഉള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഇരിക്കും. 0 0 1 1 0 0 0 0. ഇനി ഇതായിരിക്കും നമ്മളുടെ ലീഡിങ് 1. ഈ ലീഡിങ് 1ന്റെ താഴത്തും മുകളിലും എല്ലാം 0 ആയിരിക്കണം. ഇവിടെ താഴത്ത് 0 ആണ്, മുകളിലത്തെ മാത്രം നമുക്ക് 0 ആക്കിയാൽ മതി. അപ്പോ R1 മാറണം, R2 മാറണം. R1 പ്ലസ് R3, R2 മൈനസ് R3. 1ഉം 2ലും മാത്രമാണ് ചേഞ്ച്. തേർഡും ഫോർത്തും റോയും അതുപോലെ ഇരിക്കും. 1 1 0 0 0 0. ഇനി 1 പ്ലസ് 0 1, 0 പ്ലസ് 0 0, മൈനസ് 1 പ്ലസ് 1 0, 0 പ്ലസ് 1 1, 0 മൈനസ് 0 0, 1 മൈനസ് 0 1, 1 മൈനസ് 1 0, 1 മൈനസ് 1 0. ഇനി അടുത്തത് നമ്മൾ ഈ സബ് മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ മൊത്തം 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തീർക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കിട്ടിയിരിക്കുന്നത് റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ആയോ എന്നും കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. സെക്കൻഡ് റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. തേർഡ് റോ മൊത്തം 0 അല്ല, അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ. ഇനി രണ്ടാമത്തെ മൊത്തം 0 ആയിട്ടുള്ള ഏതെങ്കിലും റോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും താഴത്തായിരിക്കണം, അതും ഓക്കെയാണ്. ഇനി ലീഡിങ് വണ്ണുകളുടെ പൊസിഷൻ സക്സസീവ് തമ്മിൽ 1ഉം 2ഉം. രണ്ടീത്തെ ലീഡിങ് 1 എന്നുള്ളത് ഒന്നാമത്തെ ലീഡിങ് 1ന്റെ റൈറ്റ് സൈഡിലാണ്. ഓക്കെ. മൂന്നാമത്തെ ലീഡിങ് 1 എന്നുള്ളത് രണ്ടാമത്തെ ലീഡിങ് 1ന്റെ റൈറ്റ് സൈഡിലാണ്, അവിടെയും ഓക്കെ. ഇനി ലീഡിങ് 1 ഉള്ള കോളത്തിൽ ആ 1 ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആയിരിക്കണം. ഇവിടെ ഓക്കെയാണ്. ലീഡിങ് 1 ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. മൂന്നാമത്തെ ലീഡിങ് 1 ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. ഇവിടെ നമുക്ക് ലീഡിങ് 1 ഇല്ല, അപ്പൊ അത് ഓക്കെയാണ്. നാലാമത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ ഇതെന്നുള്ളത് ഒരു റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.